ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടി ചാവലാണ്. കടി ചാവൽ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. പക്ഷേ നമ്മുടെ മോരോജ് കൂട്ടാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇതും ഇഷ്ടമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനാദ്യം ചോറുണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ബസുമതി അരിയാണ് എടുത്തു വെച്ചേക്കുന്നത്. ഇതിപ്പോൾ പച്ചരിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരി ഞാൻ കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കൊന്നും വേണ്ട, കഴുകി വയ്ക്കുക. അതിന് ശേഷം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മളുണ്ടാക്കുന്ന ജീര റൈസാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക, ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തത് ജീരകമാണ്. ജീരകം ഇട്ട് കൊടുത്തു. ഇങ്ങനെ പിന്നെ അരി ഇട്ടിട്ടുണ്ടാക്കുക. ഞാൻ കുറച്ച് ഗ്രീൻ പീസ് ഇടേണ്ടത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്രീൻ പീസ് ഞാൻ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഒന്ന് വഴറ്റിയതിന് ശേഷം ആ ഗ്രീൻ പീസിൻ്റെ കളർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഈ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തത് അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം, ആ കണക്കാണ് ഒഴിച്ചു കൊടുക്കണത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്താ പറയുക, പാകത്തിന് ഉപ്പിട്ടിട്ട് 1 സ്പൂൺ ഉപ്പിട്ട് ചേർത്ത് കൊടുത്തു. കുക്കർ അടച്ച് നമുക്ക് ഒരു 2 വിസിൽ കൊടുക്കണം. സ്റ്റൗ മീഡിയത്തിൽ വെച്ചോളൂ കേട്ടോ. അപ്പോൾ 2 വിസിൽ ആയി. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നമ്മുടെ ചോറ് തയ്യാറായിട്ടുണ്ടാവും. നമ്മുടെ ജീര റൈസ് തയ്യാറായി. നല്ലോണം വെന്തു. അതൊന്ന് ഉലർത്തിയിട്ട് കഴിഞ്ഞാൽ നല്ല ഒറ്റയ്ക്കായിട്ടുള്ള അരിയായിട്ട് കിട്ടും, ചോറായി കിട്ടും. ഇനി നമുക്ക് കടി ഉണ്ടാക്കാൻ നോക്കാം. കടിക്കായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ്, ഇത് 100 ml കപ്പാണ് കേട്ടോ. അതിൽ 1.5 കപ്പ് കടലമാവ് എടുത്തു. ഒരു 1.5 കപ്പ് പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ. ഞങ്ങൾക്ക് തൈര് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി തൈര് ഒഴിച്ചെന്നേ ഉള്ളൂ. ഒരു സവോളയാണ് അരിഞ്ഞിട്ടത്, 2-3 പച്ചമുളക് അരിഞ്ഞിട്ടു, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, കായപ്പൊടി. പിന്നെ നമ്മളിട്ട് കൊടുത്തത് ആവശ്യത്തിന് ഉപ്പാണ്. അതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് ഇളക്കി നമ്മുടെ ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടുപ്പത്ത് എണ്ണ ചൂടാവണു. ചീഞ്ചട്ടിയിൽ നമുക്ക് അതിലേക്ക് പക്കോട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കണം. കൈ കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണമെന്നില്ല. സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ഓരോരോ നമ്മൾ ബജ്ജി ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ ഇട്ട് കൊടുത്ത് നമുക്ക് ഈ പക്കോട തയ്യാറാക്കാം. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കത് വറുത്തെടുക്കണം. ഇപ്പോൾ സ്റ്റൗ മീഡിയത്തിലായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉള്ളു വേവില്ല. ഒന്ന് നല്ലോണം മറിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നല്ലോണം വറുത്തതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പക്കോട തയ്യാറായി. നമ്മൾ കോരിയെടുത്തു. ഇനി നമുക്ക് കടിക്ക് വേണ്ട ചാറുണ്ടാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടലമാവ് എടുത്തു. ഒരു 1.5 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുത്തത്. അത് പുളി അനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം അങ്ങനെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണം. നമ്മൾ എത്ര തൈര് ചേർത്തോ അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തോളൂ. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കിയിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം ഇളക്കി വയ്ക്കുക. നല്ലോണം ഇളക്കി നമ്മൾ കടലമാവ് നല്ലോണം ഇളക്കി വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണെങ്കിൽ നെയ്യ്, അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിടുക കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോളൂ. അത് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഉലുവ 1 സ്പൂൺ ഇട്ട് കൊടുക്കുക, 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ പറയുക, ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 5-6 വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരുന്നു, അതൊന്ന് ഇട്ട് നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ പച്ചമുളക് കീറി വെച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം, അത് ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മോരിൽ കലക്കി വെച്ച കടലമാവ് ഒഴിച്ചു കൊടുക്കുക. അത്ര തന്നെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഒപ്പം ഇളക്കണം, അല്ലെങ്കിൽ മോര് പിരിയും. അപ്പോൾ നമ്മൾ അത്ര തന്നെ വെള്ളം പാത്രത്തിലൊഴിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക, പിരിയാതിരിക്കാൻ തിളയ്ക്കുന്നവരെ. അതിലേക്ക് നമ്മൾ കുറച്ചും കൂടിയും കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മോര് പിരിയാതിരിക്കാൻ ഒന്നുകൂടി നല്ലോണം ഇളക്കിക്കോളൂ. ഇനി ഒന്ന് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ച പക്കോടകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ കടി നന്നായി തിളച്ചു. ഇനി നമുക്ക് പക്കോടകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പക്കോട ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം ഒന്നും തിളയ്ക്കണ്ട കേട്ടോ. ഒരു തിള വന്നാൽ മതി. പിന്നെ വല്ലാണ്ട് തിളച്ച് കഴിഞ്ഞാൽ ആകെ കട്ടയായി മാറും. അപ്പോൾ അതുകൊണ്ട് പക്കോട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ തിള മതി. പിന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ കടി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഒന്നും കൂടി മുകളിൽ കൂടെ വറുത്തിടാം. ഇതാ കടി നന്നായി തിളച്ചു. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ. ഇനി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. റീഫൈൻഡ് ഓയിലും മതി. ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. ഒരു 4-5 വെളുത്തുള്ളിയുടെ അല്ലി അരിഞ്ഞു വെച്ചിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്ത് അത് മൂത്ത് കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതൊരു നിറത്തിന് വേണ്ടി ചെയ്തതാണ്. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കടി തയ്യാറായി, ചോറും തയ്യാറായി. ഇതാണ് വടക്കേ ഇന്ത്യൻ പോപ്പുലർ ഫുഡാണ് കടി ചാവൽ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. മോരൊഴിച്ച് കൂട്ടാൻ ആർക്കൊക്കെ ഇഷ്ടമുണ്ടോ അവർക്കൊക്കെ ഈ കടി ഇഷ്ടമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം. അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് എഴുതണം. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്